നമസ്കാരം സാർ. നമസ്കാരം 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 നമസ്കാരം. സാർ, എന്തായാലും റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞു. UDF വൻ വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത്. ആ അപ്പോ ഇനി CPM-ന്റെ പരാജയം എന്ന് പറയുന്നത് വളരെ നാണം കെട്ടൊരു പരാജയം തന്നെയാണ് ഇപ്പോ സംഭവിച്ചിട്ടുള്ളത്. അതെ അതെ. ഇനിയിപ്പോ എന്തായിരിക്കും CPM-ന്റെ ബാക്കി നടപടികള്? ഇനി പ്രതിപക്ഷ സ്ഥാനത്താണ് വരിക. അപ്പം പ്രതിപക്ഷ നേതാവായിട്ട് ആരായിരിക്കും വരിക? അങ്ങനെ അല്ല, എന്താ? ഇതിനകത്ത് വരുന്ന ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാല് അയാൾ എന്ന് പറയുമ്പോ ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ ഗതികിട്ട പ്രേതമായി നിൽക്കുന്ന വിജയൻ. അയാൾക്ക് അതെ അതെ പ്രതിപക്ഷ നേതാവ് ആവണമെന്ന് അയാളുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരിക്കും. ഒന്ന്, അതെ അതെന്തിനാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ലൈം ലൈറ്റിൽ നിലനിൽക്കണമെന്നുള്ളതാണ് അയാളുടെ രാഷ്ട്രീയ മോഹം, അല്ലെങ്കിൽ രാഷ്ട്രീയ ആഗ്രഹം. അതാണ്, വേറെ താല്പര്യങ്ങളില്ല അയാൾക്കത്. അതെ, തീർച്ചയായിട്ടും. ഈ ആഗ്രഹം അയാൾക്ക് സാധിക്കണമെങ്കിൽ പാർട്ടി അതിന് അനുമതി നൽകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ പോളിറ്റ് ബ്യൂറോ അല്ല, സെൻട്രൽ കമ്മിറ്റി അതിന് അനുമതി നൽകണം. അത് നൽകുമോ എന്നുള്ളത് ഒരു വളരെ ഗൗരവതരമായിരിക്കുന്ന വിഷയമാണ്. കാരണം കേരള പാർട്ടിയെ സമ്പൂർണമായി നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് പറഞ്ഞാൽ ഈ വിജയന് മാത്രമാണ്, മറ്റാർക്കുമല്ല. അതെ സാർ. അതെ. വിജയനാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്ന ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ഒരു വകക്ക് കൊള്ളാതിരിക്കുന്ന ഈ വസീഫ്, ഇവിടെ കണ്ണൂർ ജില്ലയിൽ വരുമ്പോൾ KK രാജേഷ് ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്ന ഒരു വകക്ക് കൊള്ളാതിരിക്കുന്ന ഇയാളുടെ ബോയ്സ് എന്ന് പറയാവുന്ന കക്ഷികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംഘടനാ രൂപമാണ് ഈ സാധനം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് ഒരു ഗൗരവമേറിയ നമുക്ക് പ്രതീക്ഷിക്കാൻ അയാൾ സാധനവും ഇവിടുന്ന് വരില്ല. അയാളിന്ന് വരുന്നതാണ് ഇതിന്റെ ഭാഗമായിരിക്കും. അപ്പൊ ഇത്തരം ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ചെയ്യണമെന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി തീരുമാനിക്കേണ്ടത് ഈ വിജയനെ പാർട്ടിയിൽ ഇപ്പോ നിലനിൽക്കുന്ന ഇയാളുടെ സെൻട്രൽ കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, സെൻട്രൽ കമ്മിറ്റി, സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഇയാളെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നതാണ് പാർട്ടി ആദ്യമായി പ്രാഥമികമായി ചെയ്യേണ്ടത്. ഒരു സാധനം അതാണ്. അതായത് അയാളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ളതാണ്. ഇത് ഒഴിവാക്കുന്നില്ല എങ്കിൽ പാർട്ടിക്ക് ഒരിക്കലും തെറ്റുതിരുത്തുക സാധ്യമല്ല. ഇതുകൊണ്ടാണ് MV ഗോവിന്ദൻ ഇപ്പൊ വൈകുന്നേരം പ്രതീക്ഷയോടെ കണ്ടിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണത്. കാരണം CPM പോലൊരു പാർട്ടി ഇതുപോലെ മുടിഞ്ഞ് വളർന്ന് തലകുത്തി വീണ് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു പാർട്ടി സെക്രട്ടറി നടത്തുന്ന ഒരു വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ 10 പൈസക്ക് കൊള്ളുന്ന ഒരു വാർത്താ സമ്മേളനം, 10 പൈസക്ക് കൊള്ളാത്തൊരു വാർത്താ സമ്മേളനമാണ്. കാരണം അയാൾക്കൊന്നും പറയാനില്ല. ഇയാൾക്കൊന്നും പറയാനില്ലാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമാണ് അതിൽ ഏറ്റവും പരമപ്രധാനം. അത് പറയണമെങ്കിൽ വിജയൻ അതിനകത്ത് ഉത്തരവിടണം എന്നുള്ളതാണ്. ഇതിൽ വരുന്ന ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ഒരു വിഷയം, വിജയന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പിന് ഇതൊരു പ്രബലമായ ഗ്രൂപ്പായി കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അകത്ത് നിലനിൽക്കുക അസാധ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. സാധ്യമല്ല. ഈ സാധ്യമല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നിലവിലുള്ള പവർ ബാലൻസിനകത്ത് അയാൾക്ക് നിൽക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അങ്ങേയറ്റം അസംബന്ധമാവിധം, പരിഹാസ്യമാവിധം ഇവർ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ പരാജയപ്പെട്ടിരിക്കുന്ന ഈ അടിമ സമാനമായിരിക്കുന്ന ആളുകൾക്ക് ഇയാളുടെ കൂടെ നിൽക്കുക അല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നത് വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചാൽ ഇവർക്ക് പോകാനുള്ള ദൂരം ഇനി എത്രയാണ്? ഇത്ര ദൂരം പോവാൻ അവർക്ക് കഴിയില്ല. ഇത് കഴിയാതെ വരുമ്പോ പിന്നെ ഇവരുടെ മുമ്പുള്ള വഴി എന്താണ്? ഓരോന്നായിട്ട് ഓരോ ആൾ ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകണം. ഈ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് വാസ്തവത്തിൽ വിജയം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതാണ്, അവർ കൊഴിഞ്ഞു പോയേ പറ്റൂ അവർക്ക്. ഇതാണ് വാസ്തവത്തിൽ വിജയം നേരിടുന്ന ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന ഒരു പ്രതിസന്ധി. ഇനി ഇതിൽ രണ്ടാമത്തെ വിറ്റുന്ന ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന വിഷയം എന്താണ്? വിജയൻ ഇത്രയും വലിയ അധാർമികമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, ഏറ്റവും വലിയ അഴിമതി നടത്താൻ, ഏറ്റവും വലിയ ഇന്റർനാഷണൽ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കൂട്ടിക്കൊടുക്കലുകൾ, വാങ്ങലുകൾ നടത്താൻ മാത്രം ഉണ്ടായിരിക്കുന്ന അധികാര കേന്ദ്രം വിജയൻ ആര് നിർമ്മിച്ചു കൊടുത്തു എന്നുള്ളത്. ഇതാണ് ഏറ്റവും ഞാൻ പരമപ്രധാനമായി പറയുന്ന രണ്ടാമത്തെ വിഷയം. അത് RSS നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കണക്ഷനാണ് ആ സാധനം. സമ്പൂർണമായി RSSനാൽ നിയന്ത്രിക്കപ്പെട്ട് ഏത് കേസ് വന്നാൽ പോലും ആ കേസിനെ ഞങ്ങൾ പരിഹരിച്ചു കൊള്ളുമെന്ന ഉറപ്പ് ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ലഭിച്ചതിന്റെ ഭാഗമായാണ് ഇയാൾക്കെതിരെ വന്നിരിക്കുന്ന ഒരൊറ്റ കേസ് പോലും ആര് പരിഗണിച്ചിട്ടില്ല. സെൻട്രൽ ഗവൺമെന്റ് പരിഹരിച്ചില്ല. SFIO കേസ് വരുന്നു, ലാവലിംഗ് കേസ് വരുന്നു, ഇപ്പൊ ലാസ്റ്റിൽ വന്നിരിക്കുന്ന ഇതില്ലേ നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. അതിന് മുൻപ്
വാവിട്ട് നിലവിളിച്ചിരിക്കുന്ന മറ്റേ ഇവരില് സ്വപ്ന സുരേഷിന്റെ കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന ലോകത്തോട് ഇത്ര നിരാലംബയായി ഒരാൾ ലോകത്തോട് ഇതുപോലെ കരഞ്ഞിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതുപോലെ ഒരു കേരളീയ പൊതുസമൂഹത്തോടാണ് ഇത് അവരിങ്ങനെ കരഞ്ഞു പറഞ്ഞത്. ഏതെങ്കിലും ഒരാൾ ഈ സാധനം പരിഗണിച്ചോ? അവരെ നിലവിളി പോലും എന്തായിപ്പോയി എന്നറിയുകള്. ആ നിലവിളി പോലും പിന്നെ എന്താ പറയാ ഒന്നുമില്ലാതെ കീറി തൊലഞ്ഞു പോവാണ് ചെയ്ത്. ഇതിനകത്ത് നിന്നെല്ലാം ഇയാൾ രക്ഷപ്പെട്ട് പോകുമ്പോ ആരാണ് ഇയാളെ സഹായിച്ചത്? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ നരേന്ദ്രമോദി എറണാകുളത്ത് വന്ന് നടത്തിയിരിക്കുന്ന പ്രസംഗത്തിന്റെ അകത്ത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ, നിങ്ങൾ അവിടെയാണല്ലോ. അത് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം എന്താണ്? ഈ അഴിമതിയുടെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ എന്ന് എറണാകുളത്ത് വെച്ച് നടത്തിയിരിക്കുന്ന പ്രസംഗം കൊണ്ട് പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗം നടത്തിയിട്ട് കാലം എത്ര കഴിഞ്ഞു? എന്തെങ്കിലും ഒരു ചെറുപടി അനങ്ങിയോ? ഇതൊന്നും അനങ്ങില്ല എന്ന പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ വിജയൻ നടത്തിയിരിക്കുന്ന പിന്നെ അസംബന്ധങ്ങളും ആഭാസങ്ങളും പിന്നെ ആക്രാന്തങ്ങളുമാണ് വാസ്തവത്തിൽ കേരളീയ പൊതുസമൂഹത്തിൽ ഈ പാർട്ടിയെ സമ്പൂർണമായി നശിപ്പിച്ചത്. ഇതിൽ നിന്ന് ഇയാൾക്ക് രക്ഷ നേടുക എന്ത് വേണം? ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അയാൾ RSSന്റെ ഭാഗമായി നിൽക്കാവുന്ന രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാവുക. വേറെ ഒരു വഴിയും അയാളെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ അയാള് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആവണമോ വേണ്ടയോ എന്നുള്ളത് അയാളുടെ മുമ്പിൽ വരുന്ന ഒരു വലിയ ക്വസ്റ്റ്യനാണ്. അയാൾക്ക് അതായില്ല എങ്കിൽ അയാൾ ലൈം ലൈറ്റിൽ ഉണ്ടാവില്ല. അയാൾ ആയാൽ എന്ത് വേണം? അയാൾ ഇതിനകത്ത് ഒരു പ്രതിപക്ഷ നേതാവിന്റെ റോൾ അഭിനയിക്കണം. കേരളത്തിനകത്ത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിരിക്കുന്ന ഓരോ പിന്നെ മുഖ്യമന്ത്രിമാരെയും നിങ്ങളെടുത്ത് അന്വേഷിച്ചോ. ആ മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ കേരളം കണ്ടിരിക്കുന്ന എക്കാലത്തെയും പ്രഗത്ഭരായിരിക്കുന്ന പ്രതിപക്ഷ നേതാവായിരുന്നു. അത് ഏറ്റവും റീസെന്റ് ആയി വന്നിരിക്കുന്നതാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി ആയില്ല, പിന്നെ ആവാനിരിക്കുന്ന ഒരാളെന്നൊക്കെ VD സതീശൻ. അതിന് തൊട്ട് മുൻപിൽ കേരളത്തെ ഇളക്കി മറിച്ച് കടന്നിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. ഇന്ത്യയെ പോലും പ്രകമ്പനം കൊള്ളിച്ചിരിക്കുന്ന ആ പ്രതിപക്ഷ നേതാവ് ആരാ? VS അച്യുതാനന്ദനാണ്. ഈ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള എന്ത് ബൗദ്ധികവും എന്ത് നിഷ്കപടവുമായിരിക്കുന്ന ജനാധിപത്യ ബോധമാണ് വിജയനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ ചോദ്യം. ജനാധിപത്യ ബോധത്തിന്റെ തരിമ്പ് പോലുമില്ലാത്ത വിജയന് ഒരിക്കൽ പോലും കേരളത്തിനകത്ത് ഏറ്റവും പ്രമുഖനോ ഏറ്റവും പ്രാഥമികമായി പ്രതിപക്ഷ നേതാവാനുള്ള ക്വാളിറ്റി അയാൾക്കില്ല എന്ന് അയാൾ ആവുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് അയാൾ പ്രൂവ് ചെയ്യും. എനിക്കിത് പറ്റാത്ത പണിയാണെന്ന് അയാൾ പ്രൂവ് ചെയ്യും. അത് കഴിയില്ല അയാൾക്കത്. ഇതാണ് കേരളം നേരിടുന്ന ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന ഒരു വളരെ ഗൗരവതരമായിരിക്കുന്ന പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിയെല്ലാം ഉണ്ടാകുമ്പോൾ ഇനി പാർട്ടിക്കകത്ത് എന്താണ് ചെയ്യാൻ കഴിയുക എന്നതാണ് ചോദ്യം. പാർട്ടി ലീഡർഷിപ്പിനകത്ത് വന്നിരിക്കുന്ന ആള് ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ തൊട്ട് ഈ കാട്ടാസ് ഈ താഴെ ഇരിക്കുന്ന നമ്മളെ KK രാജേഷ് ഉണ്ടല്ലോ, കാട്ടാസ് ഞാൻ വിളിക്കുന്നത് ബോധപൂർവ്വം വിളിക്കുന്നത്. ഒരു വസ്തുവിന് കൊള്ളാത്തോടാണ് പിന്നെ ഓരോ കാട്ടാസ് വിളിക്കുന്നത്. അതിന് ഓരോ കേസും മണ്ണാങ്കട്ടതും വരുന്നില്ല, ഒരു ലൊട്ടയും വരുന്നില്ല. കാരണം അതിന് മാത്രമേ ഒരുള്ളൂല്ല. ഇവൻ ഉൾപ്പെടെയുള്ളവൻ സ്വയം തെറ്റ് തിരുത്താൻ തയ്യാറാകുമോ? വിജയൻ തെറ്റ് തിരുത്താൻ തയ്യാറാകുമോ? വിജയൻ തെറ്റ് തിരുത്തില്ല. ഈ തിരുത്തില്ല എന്നതിന്റെ പരസ്യ പ്രഖ്യാപനവുമാണ് വാസ്തവത്തിൽ ഇന്ന് ഈ MP ഗോവിന്ദ് നടത്തിക്കുന്ന വാർത്താ സമ്മേളനം. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം എന്താ? കഴിഞ്ഞ ഒരു 2-3 തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ കൂട്ടിയിട്ട് ആ കണക്കെല്ലാം വെച്ചിട്ട് പറയാണ് ഇതെല്ലാം നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് ഇതും നമ്മൾ അതിജീവിക്കുമെന്ന്. നിങ്ങൾ എങ്ങനെ അതിജീവിക്കും? രാഷ്ട്രീയമായി പ്രത്യയശാസ്ത്രപരമായി നിങ്ങൾ കർശനവും കഠിനവുമായിരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോകാൻ കഴിയും? ഇവിടെയാണ് വികസനം എന്ന് പറയുന്ന വിഷയം എന്തായിത്തീരുന്നത് ഇനി കുടില് കൊണ്ടുപോലും തൊടാൻ കഴിയാത്ത ഒരു പിന്നെ നെഗറ്റീവായിരിക്കുന്ന രാഷ്ട്രീയ വിഷയമായിട്ട് മാറുന്നത്. വികസനം ആരുടെ വികസനം? എന്തിന്റെ വികസനം? ഇതിപ്പോ എന്റെ വീട്ടിന്റെ നേരെ മുമ്പിൽ നിങ്ങൾ കൂടി വന്നിരിക്കുന്ന സ്ഥലമാണല്ലോ ഇതെല്ലാം. ഈ വീട്ടിന്റെ മുമ്പിൽ 14 ഏക്കറിൽ നടത്തിയിരിക്കുന്ന ഇവന്റെ ഒടുക്കത്തിന്റെ ഒരു ഹബ്ബ് ഒരു ഹബ്ബ് നടത്തുന്നുണ്ട് ഇയാൾ. ഹബ്ബ് പിന്നെ എഡ്യൂക്കേഷൻ ഹബ്ബ്. ഈ എഡ്യൂക്കേഷൻ ഹബ്ബ് അവിടെ നടത്തിയതിന്റെ ഫലം എന്താ? ഈ പ്രദേശം മുഴുവൻ തന്നെ മൂർഖൻ ബാബ് ഉൾപ്പെടെയുള്ള പ്രളയമാണ് ഇവിടെ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. മൂർഖൻ ബാബിന്റെ പ്രളയമാണ് ഇവിടെ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ചു. ഇതിനകത്ത് മുഴുവൻ തന്നെ പിന്നെ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ മണ്ണും കിളച്ചിളക്കിയപ്പോ മാളങ്ങളിൽ ജീവിക്കുന്ന പാമ്പുകൾ മുഴുവൻ തന്നെ ഇറങ്ങി ഓടുകയാണ്. അവർക്ക് എവിടെയെങ്കിലും പോണ്ടേ. ഈ പോകുന്നതിന്റെ പല സംഭവത്തെ ഇവർ വ്യാഖ്യാനിക്കുക എങ്ങനെയാണെന്ന്. അത് ഉഷ്ണം കൊണ്ടല്ല,
അവരുടെ ആവാസ വ്യവസ്ഥയെ നിങ്ങൾ തകർത്തു എന്നുള്ളതാണ്. അവരുടെ പാമ്പിന്റെ ജൈവികമായിരിക്കുന്ന ആവാസ വ്യവസ്ഥയെ നിങ്ങൾ തകർത്തു. ഈ തകർത്തതിന്റെ ഫലം എന്താ? നാട് മുഴുവൻ തന്നെ ഈ മൂർഖൻ പാമ്പുകൾ ഉണ്ടായി എന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഒരു വക ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ചൂട് എത്രയാണ്? നിങ്ങൾ 41-42 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ഒരു 10-11 മണിയാകുമ്പോൾ ഇവിടെ വരുന്ന ഹീറ്റ്, ഫാരൻ ഹീറ്റ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. 40 ഡിഗ്രി സെൽഷ്യസ് ആണിത്. ഇത്രയും വലിയ ചൂടുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കട്ടപ്പരയാണ്. കട്ടപ്പരക്കാണ് ഞാൻ താമസിക്കുന്നത്. ഈ കട്ടപ്പരക്കുന്ന ശരിക്കും AC സമാനമായ അവസ്ഥയിൽ ജീവിച്ചു വന്നിരിക്കുന്ന ഒരാളാണ്. AC യഥാർത്ഥമായ AC ആണ്. ഏത് കൊടും ചൂടിനകത്ത് പോലും എന്നെ ഇതൊന്നും ബാധിക്കൊന്നുമില്ല. പക്ഷെ ഇപ്പോഴെന്തായി എന്ന് പറയാം, ഇപ്പൊ എന്റെ വീട്ടിനകത്ത് ഞാനിപ്പോ പിന്നെ നിങ്ങളോട് സംസാരിക്കുന്നതിലും ഫാൻ ഇട്ടിട്ട് എന്റെ ഇറയത്തിരുന്നിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത്ര മാരകമാവിധം പ്രകൃതിയെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കുന്നതിനെയാണ് നാം വികസനം എന്ന് പറഞ്ഞത്. ഇപ്പൊ വികസനം എന്തായിരിക്കണം? വാസ്തവത്തിൽ എന്തായിരിക്കണം വികസനം? ഇതാണ് പ്രാഥമികമായ ചോദ്യം. ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാത്ത വികസനമായിരിക്കണം. ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്ന പണി എന്താണ്? ഈ കേരളത്തിലെമ്പാടും തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ വിരൂപങ്ങളായ ധിക്കാരങ്ങൾ, ഈ ധിക്കാരത്തിന്റെ ഭാഗമായി വാങ്ങിയിരിക്കുന്ന കോടികളുടെ കമ്മീഷനുകൾ, ആ കമ്മീഷനകത്തെല്ലാം തന്നെ കിഫ്ബിയുടെ ഒരു എന്താ പറയാ ഫണ്ടിങ് ആണ്. ആ ഫണ്ടിങ്ങിന്റെ മേലെയാണ് ഭൂലോക ഉടായിപ്പിന്റെ ആളായിരിക്കുന്ന എബ്രഹാം ഇന്നലെ രാജിവെച്ചു. ഈ രാജിവെച്ചിരിക്കുന്ന ആൾക്കാർ ഇവരെല്ലാം കൂടി ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്താണ് ശരിക്ക്? ആ പ്രവൃത്തി മുഴുവൻ തന്നെ ഈ കേരളത്തെ സമ്പൂർണമായി കൊള്ളയടിക്കുകയായിരുന്നു. ഈ കൊള്ളയടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ നഷ്ടമായത് എന്താണ് ശരിക്ക്? പ്രകൃതി എന്ന് പറയുന്ന മാർസിയൻ ഡയറക്ടേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത. വിജയൻ അത് അറിയില്ല. കാരണം വിജയൻ അതിനെക്കുറിച്ച് പ്രാഥമികമായ ഒന്നാമത് അയാൾ പാർട്ടി ക്ലാസ്സിൽ ഇരുന്ന ഒരാളല്ല അയാൾക്ക്. അതുകൊണ്ട് പാർട്ടി ക്ലാസ് എന്താണെന്ന് അയാൾക്ക് അറിയില്ല. ആളുകളെ പഠിപ്പിക്കാൻ മാത്രം പിന്നെ ജനിച്ചിരിക്കുന്ന ഒരാളാണ്. തെരുതെരിക്ക് പോയിരിക്കുന്ന ഒരു ഭൂലോക വിഡ്ഢിയും കൂടിയാണ് അയാൾ. ഡയറക്ടേഴ്സ് ഓഫ് നേച്ചറിനകത്ത് വളരെ കൃത്യമായി എംഗൽസ് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനകത്ത് പ്രകൃതിയെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ച് നിങ്ങൾ കൊയ്യാൻ ശ്രമിച്ചാൽ ആദ്യ റൗണ്ടിൽ നിങ്ങൾക്ക് ഗംഭീരമായിരിക്കുന്ന പ്രതിഫലം പ്രകൃതി നിങ്ങൾക്ക് തരും. 2ാം തവണയും നിങ്ങൾക്ക് തരും. 3ാം തവണ നിങ്ങൾക്ക് എന്തെല്ലാം ഇന്നലെ വരെ തന്നിരുന്നുവോ അത് മുഴുവൻ പ്രകൃതി തിരിച്ചെടുക്കും. കാരണം പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്ന സംഭവമേ അല്ല. ഇതാണ് ഡയലക്റ്റിക്സ് എന്ന് പറയുന്ന സാധനം. ഈ ഡയലക്റ്റിക്സ് സംഭവത്തിനകത്ത് അളവ് ഗുണമായി മാറുന്നു എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് കിടക്കുന്ന അവിടെയാണ്. ഈ പൊളിറ്റിക്സിന്റെ ഭാഗമായി വരുന്ന സംഗതിയെ സമ്പൂർണമായി നിഷേധിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു അപകടം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പാരിസ്ഥിതികമായ വിഷയങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ അട്ടിമറിക്കപ്പെടുന്നതിന്റെ ഫലം എന്താണ് ശരിക്ക്? മനുഷ്യന് ജീവിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ഭൂപ്രദേശമായി നാം ഈ കേരളത്തെ മാറ്റി എന്നുള്ളതാണ്. അവിടെ കേരളത്തിൽ ഈ 10 വർഷക്കാലം കൊണ്ട് അത് ശരിക്കും ആരെങ്കിലും വളരെ ശാസ്ത്രീയമായി ഗൗരവപരമായി പഠനം നടത്തിയാൽ ഇയാൾ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വലിയ പിന്നെ കോടതിക്കകത്ത് കേസ് കൊടുത്താൽ ഒരുപക്ഷെ ഈ ചങ്ങായി അപ്പോഴത്തേക്ക് ചത്തുപോയാൽ പോലും ഇയാളെ തൂക്കിക്കൊല്ലേണ്ടതാണെന്ന് കോടതി വിധി പ്രഖ്യാപിക്കും. അത്രമാത്രം വരാവുന്ന പാരിസ്ഥിതിക ആഘാതങ്ങളും ദുരന്തങ്ങളുമാണ് ഇയാൾ വരുത്തി വെച്ചത്. ഈ വരുത്തി വെച്ച സംഭവത്തെ മുഴുവൻ തന്നെ എന്തായി തീർന്നു? ഇതിനെ മുഴുവൻ തന്നെ ന്യായീകരിക്കാനുള്ള ഉത്തരവാദിത്വമാണ് പാർട്ടീസുകാർക്ക് കൊടുത്തത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിയുടെ ഭാഗമായി നിൽക്കാൻ കഴിയില്ല എന്ന തിട്ടൂരമാണ് ഇയാൾ പുറപ്പെടുവിച്ചത്. അതിന്റെ ഫലം എന്താണ്? ഇയാൾ പറയുന്ന നുണ ഏറ്റുപറയാൻ ഇവർ നിർബന്ധിക്കപ്പെട്ടു. ഇന്ന് ഇയാൾ ഈ പറയുന്ന ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ 2 പ്രധാനപ്പെട്ട വിഷയം എന്താ പറയുക? നിങ്ങൾ ഒന്ന്, പാലക്കാട്ട് പിന്നെ പാർട്ടി ഓഫീസിനകത്ത് കയറി പോലീസുകാർ ആക്രമിച്ചു എന്നുള്ളതാണ്. 2ാമത്തെ വിഷയം വരുന്നത് എന്താന്ന് പറഞ്ഞാല് ട്രാൻസ്ഫർ ഓർഡറുകൾ ഏതോ ഒരു സർവീസ് സംഘടനയുടെ നേതാവ് പറ്റി ഇറക്കുന്നു എന്നതാണ്. സത്യത്തിൽ ഗോവിന്ദന് ഉളുപ്പില്ലേ പറയാൻ? ഉളുപ്പില്ലേ? ഈ KSUവിന്റെ കുട്ടികളുടെ തല അടിച്ചു പിടിച്ചപ്പോ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാണ് അത് ജീവരക്ഷാ പ്രവർത്തനമാണ് എന്ന്. എന്നിട്ട് ഗോവിന്ദൻ പറയാണ് പാർട്ടി നോക്കി നിൽക്കില്ല എന്ന്. ഏത് പാർട്ടിയുടെ നോക്കി നിൽക്കുക? 10 വർഷക്കാലമായി സമരം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാതെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരല്ലേ നിങ്ങൾ? അല്ലേ? പിന്നെ ട്രാൻസ്ഫർ ഓർഡർ ആണോ? നിങ്ങൾ ആരെയാണ് നിങ്ങൾക്ക് വേണ്ടി? അല്ലാതെ ഏതാളെയാണ് നിങ്ങൾ ഏത് സ്ഥലത്താണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്? അല്ലെ? മുഴുവൻ ആളെ നിങ്ങൾ പുറത്തള്ളില്ലേ ചെയ്ത്? അല്ലാതെ മുഴുവൻ IAS ഉദ്യോഗസ്ഥന്മാർ IPS ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പുറത്താക്കിയപ്പോ ഈ ഡോക്ടർ അശോക് കുമാർ എന്ന് പറയുന്ന പിന്നെ ഒരു IAS ഉദ്യോഗസ്ഥനല്ലേ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹം കൃത്യമായി പറഞ്ഞു, സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ തന്നെ എന്താണ്? കറപ്ഷനെതിരെ നിന്നിരിക്കുന്ന ആളുകളാണ്. ഇവിടെയാണ് ഇയാൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമില്ലേ? കുറെ അവതാരങ്ങൾ വരും. ഏതായിരുന്നു ഈ അവതാരം? നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്ന വിഷയമല്ല. അപ്പൊ ഇങ്ങനെ പൊതുവിൽ വന്നിരിക്കുന്ന വിഷയം എന്താ പറഞ്ഞാല് പാർട്ടി എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തെ
പൂർണ്ണമായ അരാജകത്വത്തിലേക്ക് തള്ളിവിടുകയാണ് ഇയാൾ ചെയ്തത്. അരാജകത്വം. ഈ അരാജകത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനുള്ള വഴി ഏതാണ്? ഇതാണ് പിന്നീട് വരുന്നത് രാഷ്ട്രീയമായ ചോദ്യമാണ്. അരാജകത്വം എത്തിക്കഴിഞ്ഞാൽ ഈ വഴി അത് പരിവാറിലേക്കുള്ള യാത്രയാണ്. ഈ സാധനം സംഘപരിവാറിലേക്ക് ആളെ കൂട്ടി കൊടുക്കുന്ന പണിയാണ് ഇയാൾ എടുത്തത്. നോക്കൂ നിങ്ങൾ, അഖിലേന്ത്യാ രാഷ്ട്രീയത്തിനകത്ത് ഇവിടെ തമിഴ്നാട്ടിൽ വെട്രി വണ്ടർ എന്ന് പറയുന്ന മറ്റേ വിജയന്റെ നേതൃത്വത്തിലുള്ള സാരം വന്നു. ബംഗാളിൽ മമതാ ബാനർജി ഔട്ടാക്കപ്പെടുന്നു. ഔട്ടാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൽ വളരെ കൃത്യമായിരിക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യമുള്ള സംഭവങ്ങളാണ്. ഇത്തരം സാധനങ്ങൾ വരുമ്പോൾ ഇതിനെല്ലാം പിറകിൽ നിന്ന് നയിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഏതാണ്? അത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അദൃശ്യമായ കരങ്ങളാണ്. ഈ അദൃശ്യമായ കരങ്ങൾ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങ് ഇടതുപക്ഷ രാഷ്ട്രീയം ചെയ്യിടുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്താണ്? ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്ന് നിൽക്കാവുന്ന വലിയ വിശാലമായിരിക്കുന്ന ഒരു മുന്നണി, ജനാധിപത്യ മുന്നണി ഉണ്ടാക്കുക എന്നൊരാൾ. അതായത് ഞാൻ എപ്പോഴും പറയുന്ന സാധനമാണ് ഗോർഗി ദിമിത്രോവിന്റെ ഐക്യമുന്നണി അടവുകൾ. ഈ ഐക്യമുന്നണി അടവിനെ സമർത്ഥമായി കേരളത്തിൽ പൊളിക്കുകയായിരുന്നു അതിൽ വിജയം ചെയ്തത്. ആ വിജയം ചെയ്തതിന്റെ ഫലം എന്താണ്? 3 സീറ്റ് ഇപ്പൊ BJPക്ക് കൂടെ കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞു. 3 സീറ്റ്. ഇന്ന് ഇദ്ദേഹത്തിന്റെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അയക്കുന്ന രാജീവ് ചന്ദ്രശേഖറോ മറ്റേതൊരു ഔദ്യോഗികമായിരിക്കുന്ന ഒരാൾ പറഞ്ഞു, അടുത്ത 2031 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായി ഞങ്ങൾ വളരുമെന്ന് പറഞ്ഞു. ഇതിനെ പ്രതിരോധിക്കാൻ CPM-ന്റെ കയ്യിലുള്ള ആയുധം എന്താണ്? എന്താണ് ആയുധം? കോൺഗ്രസിനെ തെറി വിളിക്കലാണോ? ആണോ? ഒരിക്കലും അല്ല. അപ്പൊ ഇത് ഇങ്ങനെ വരിക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇയാൾ വാസ്തവത്തിൽ, അതായത് ഞാൻ നേരത്തെ പറയുന്ന സാധനം, RSSന്റെ കയ്യിൽ നിന്ന് അവരുടെ പിൻബലത്തോടു കൂടി അവരുടെ അനുഗ്രഹാശിസുകളോടെ വിജയം നടത്തിയിരിക്കുന്ന തെമ്മാടിത്തങ്ങളുടെ ഒരു പരിണിത ഫലം എന്താന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് ഇടതുപക്ഷ രാഷ്ട്രീയം വർഷങ്ങളായി വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന സംഭവത്തെ സമ്പൂർണമായി ഇയാൾ തകർത്തു, നശിപ്പിച്ചു എന്നുള്ളതാണ്. ഈ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന സംഭവത്തെ പ്രതിരോധിക്കാൻ മറ്റാർക്കാണ് ഇതിന് സാധ്യമാവുക? ഇതാണ് പിന്നീട് വരുന്നൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താണ് ഉത്തരം പറയുക? ഒറ്റ ഉത്തരേ ഉള്ളൂ. അത് ഇവിടെ പയ്യന്നൂരിൽ ഒരു വളരെ ഗൗരവതരമായിരിക്കുന്ന രാഷ്ട്രീയം വന്നിരിക്കുന്നു. തളിപ്പറമ്പിലുള്ള അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അത്രയും ഗൗരവതരമായിരിക്കുന്ന സംഭവത്തെ കുറിച്ച് ഞാൻ അങ്ങനെ പറയില്ല. കാരണം ഇന്നും അദ്ദേഹം പോയത് എവിടെയാണെന്ന് അറിയോ? കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം പോയത് കൊണ്ടല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ വിനോദിനി പറഞ്ഞിരിക്കുന്ന സംഭവത്തിന്റെ മുഴുവല്ല പറഞ്ഞത്, ഒന്നുമല്ല പറയുന്നത്. പക്ഷേ അതിനകത്ത് വരുന്ന ഒരു ഗൗരവം അറിയിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാല്, പിണറായി വിജയൻ എന്ന് പറയുന്ന യൂസ്ലെസ് പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ എന്നെ മനസ്സിളകി എന്ന് പറഞ്ഞാൽ ആളാണ് ഈ പറഞ്ഞ TK ഗോവിന്ദ മാഷ്. അതിന്റെ അർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. എന്താ അർത്ഥം എന്ന് പറഞ്ഞാല്, അയാൾ തോൽക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് എന്നാണ്. ജനാധിപത്യം പരീക്ഷിക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അയാൾ തോൽക്കുന്നതിൽ എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോൽക്കുന്നതിലല്ല, പിണറായി വിജയൻ അവിടെയാണ് അതിനകത്തൊരു വരുന്ന വിഷയം വരുന്നത്. അയാളാണ് ഈ പാർട്ടിയെ മൊത്തം ഇയാൾ ഈ പറയുന്ന ഗോവിന്ദൻ, TK ഗോവിന്ദൻ മാഷ് മത്സരിക്കേണ്ടി വരുന്നത് എന്താണ്? ഇവന്റെ അനുഗ്രഹാശിസുകളോടെയാണ് വാസ്തവത്തില് ഈ KK രാജേഷ് എന്ന് പറഞ്ഞ വിദ്വാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ശൈല ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് പയരാവൂരിലേക്ക് പറഞ്ഞേക്കുകയും ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കുകയും ഗോവിന്ദന്റെ പേര് പോലും പരാമർശിക്കപ്പെടാതെ ഗോവിന്ദനെ പുറന്തള്ളുകയും ചെയ്തത്. അപ്പൊ ഇത് രണ്ടും ഒന്നാണ് എന്നുള്ളതാണ് വിഷയം. ഈ വന്നിരിക്കുന്ന സംഭവത്തിനകത്ത് അയാൾ പരാജയപ്പെടുന്നവരുമ്പോ ഇയാൾ ഉത്കണ്ഠാകുലനാകുന്നു എന്ന് പറഞ്ഞാല് അതിനർത്ഥം എന്താണ്? ജനാധിപത്യത്തെ കുറിച്ചുള്ള നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ സമരമുഖത്തിനകത്ത് 19,000 വോട്ടിനോ 15,000 പരം വോട്ടിനോ ജയിച്ചിരിക്കുന്ന ഇദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക, അദ്ദേഹം ഒരിക്കലും അത്തരം ഒരു പ്രസ്താവന നടത്താൻ പാടില്ലാത്തതായിരുന്നു ആയിരുന്നു. അപ്പൊ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരുപാട് പരിമിതികളും കൂടി ഈ വിഷയത്തിനകത്ത് വരുന്നുണ്ട്. മറുഭാഗത്ത് ജി സുധാകരൻ എന്ന് പറഞ്ഞ ആൾ വരുന്നു, ഇപ്പുറത്ത് KK രമ വരുന്നു, അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ വരുന്നു. ഈ 3 സംഭവങ്ങളാണ് വാസ്തവത്തിൽ കേരളത്തിനകത്തെ ഏറ്റവും വലിയ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഭൂമിക. അതാണ് ഈ ഭൂമികയെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് ഒരു പൊതു രാഷ്ട്രീയ ഇടതുപക്ഷ ബോധം വളർത്തിയെടുക്കാൻ ആർക്ക് സാധ്യമാകും എന്നുള്ളതാണ് കേരളത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഈ ഒരു വിഷയത്തെ ആരാണ് പാർട്ടിക്കകത്ത് ട്രിഗർ ചെയ്യുക എന്നുള്ളതാണ് വിഷയം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാണെങ്കിൽ ഒരൊറ്റയാൾ മാത്രമേ ട്രിഗർ ചെയ്യുന്നത് ഈ P ജയരാജനായിരിക്കും. നമ്മുടെ കണ്ണൂർ നിന്നുള്ള P ജയരാജൻ ഈ സംഭവം എന്താണ് സീരിയസ് ആയിട്ട് അദ്ദേഹം റേസ് ചെയ്യും. ഇത് റേസ് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അകത്തുണ്ടായിരിക്കുന്ന ഒരു റിയാക്ഷൻ എന്നുള്ളത് നമുക്കൊരിക്കലും ഊഹിക്കാൻ കഴിയില്ല. എനിക്ക് എന്തായാലും ഊഹിക്കാൻ കഴിയില്ല.
എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബാലൻസിങ് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ. പക്ഷേ അതിൽ ഭൂരിപക്ഷം പേരും എന്ത് പറയുന്ന പറഞ്ഞാൽ പി ജയരാജൻ പറഞ്ഞിരിക്കുന്ന സംഭവത്തോട് ഒരുപക്ഷെ അനുകൂലിക്കുന്ന ഒരു സംഗതി വരും. ഈ വരുന്ന ചിത്രത്തിലൂടെ മാത്രമാണ് പിന്നീട് വരുന്ന ഒരു സാധ്യത. അത്തരം സാധ്യത വന്നാൽ പോലും ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രിയും പഴയ പാർട്ടി സെക്രട്ടറിയുമായിരിക്കുന്ന ഇയാളെ പാർട്ടി സ്ഥാനത്ത് നിന്ന് പാർട്ടി സെൻട്രൽ കമ്മിറ്റി ആലോചിച്ച് ഇയാളെ പുറന്തള്ളിയില്ല എങ്കിൽ ഒരിക്കൽ പോലും പാർട്ടിക്ക് ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോവുക സാധ്യമല്ല. ഈ സാധ്യമല്ലാത്തൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ചെയ്യുക സാധ്യമല്ല. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനകത്ത് ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന വിചിത്രമായൊരു മറുപടിയുണ്ട്. മെയ് ജൂൺ മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ കുറിച്ച് അവലോകനം നടത്തും. മെയ് ജൂൺ മാസങ്ങളാണ്. അപ്പൊ ഈ മെയ് ജൂൺ മാസം 2 മാസം ഈ സംഭവം നടത്തുമ്പോ ഈ പറയുന്ന കമ്മിറ്റികൾക്കകത്ത് ആര് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വിഷയം. അതും ഗോവിന്ദൻ വിശദീകരിക്കുന്നുണ്ട്. ലോക്കൽ കമ്മിറ്റികൾക്കകത്ത് വരുന്ന ഏരിയ കമ്മിറ്റി മെമ്പർമാർ, ഏരിയ കമ്മിറ്റിക്കകത്ത് വരുന്ന DC മെമ്പർമാർ, DC-ക്കകത്ത് വരുന്ന സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ, സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്ത് വരുന്ന സെൻട്രൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു ശ്രേണീബദ്ധമായ സാധനമാണ്. ഇത് താഴോട്ടോളം പോകുന്ന ഇതിന് അർത്ഥം എന്താ പറഞ്ഞാൽ വിജയൻ ഈ പറയുന്ന കമ്മിറ്റികളിലെല്ലാം പങ്കെടുക്കുന്നതാണ് അർത്ഥം. വിജയൻ നേരിട്ട് പങ്കെടുക്കുന്നു എന്നാണ്. വിജയൻ നേരിട്ട് പങ്കെടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് നഷ്ടമായി എന്ന് നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇയാളുടെ അധികാരം നഷ്ടമായിരിക്കുന്നു നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നതും ചാനലുകൾ ആഘോഷിക്കുന്നതുമായ സംഭവത്തിൽ യാതൊരു തരത്തിലുള്ള അർത്ഥവുമില്ല എന്നാണ് വാസ്തവത്തിൽ ഗോവിന്ദൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പരസ്യമായി പ്രഖ്യാപിച്ചത്. അതിനർത്ഥം ഒരു തരത്തിലുണ്ടായിരിക്കുന്ന തിരുത്തലുകളും ഇവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ പാർട്ടിക്കകത്ത് നടക്കാൻ പോകുന്നില്ല, സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. ആത്യന്തികമായി ഈ പാർട്ടി ആർക്കു കൊണ്ടേ കൊടുക്കും? തമിഴ്നാട്ടിൽ സംഭവിച്ചതുപോലെ. തമിഴ്നാട്ടിൽ വെട്രിമണ്ഡലത്തിന്റെ ഭാഗമായി വിജയൻ എന്ന് പറയുന്ന നടൻ വരുന്നുണ്ടല്ലോ. ആ നടൻ ആത്യന്തികമായിട്ട് ആരെ ഫോർഫ്രണ്ട് ഫൈറ്ററാണ്. അത് ട്രോജൻ കുതിരയായി BJP-യുടെ ട്രോജൻ കുതിരയാണ് ആ സാധനം. അത് ഇപ്പുറത്ത് പറഞ്ഞു നേരെ മറിച്ച് ബംഗാളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അവർ നേരിട്ട് ഇടപെട്ടു. അതായത് ഇന്ത്യ മുഴുവൻ തന്നെ ഫാസിസവൽക്കരിക്കാനുള്ള സംഭവത്തിന്റെ ഭാഗമായി ജനാധിപത്യപരമായി എവിടെയെല്ലാം തന്നെ നടക്കാവുന്ന ഏതെല്ലാം പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടോ അതിനെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന സംഭവത്തിന്റെ അമരക്കാരനായി കേരളത്തിൽ നിൽക്കുന്നത് ഈ വിജയൻ എന്ന് പറയുന്ന ഈ തെമ്മാടിയാണ്. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ വിഷയം. അതുകൊണ്ട് തന്നെ പാർട്ടി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന വിഷയത്തേക്കാൾ പാർട്ടി ചർച്ച ചെയ്യേണ്ടതല്ല പറഞ്ഞ ഒരു തരത്തിലുള്ള പുനരാലോചന നടത്താത്തതോട് ഇയാളെ ഈ പാർട്ടി കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഇയാളെ പുറത്താക്കണം. പുറത്താക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കറക്ഷനും ഈ പാർട്ടിക്കകത്ത് നടത്തുക സാധ്യമല്ല എന്നാണ് എന്റെ ഖണ്ഡിതമായിരിക്കുന്ന ഒരു അഭിപ്രായം. അതാണ് സ്വന്തം കാര്യം ചെയ്യാൻ അയാൾ ചെയ്തത് മുഴുവൻ എന്താ പറഞ്ഞാൽ ഒരു മഹത്തായ പാരമ്പര്യവും പൈതൃകവും ഉള്ള ഒരു പാർട്ടിയെ അയാൾ കൊണ്ട് ഡിമോളിഷ് ചെയ്തു, അസ്തപ്രജ്ഞമാക്കിയ അയാൾ. എന്നിട്ട് അതിന്റെ കൂടെ നിൽക്കുകയാണ് ഈ കുറെ ഏഭ്യന്മാരായിരിക്കുന്ന ആളുകൾ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് നോക്കിക്കോ, ഈ കേരളത്തിലെ UDF-ന്റെ തരംഗം ഉണ്ടായി ഇതിനകത്ത് വന്നിരിക്കുന്ന ചെറുപ്പക്കാരെ നോക്കിക്കോ, യൂത്ത് കോൺഗ്രസിന്റെ അവരെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ് വന്നിരിക്കുന്ന ഓരോ MLA-മാരും. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഉണ്ടല്ലോ. ഈ പറയുന്ന LDF-നകത്ത് വന്നിരിക്കുന്നത് ഒരാളെ പേര് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഒരൊറ്റ ഒരുത്തനില്ല. എല്ലാം തന്നെ വായിക്കുക കോതൊക്കെ പാട്ടുന്നവരെ തെണ്ടിത്തരവും തെമ്മാടിത്തവും വിളിച്ചു പറഞ്ഞ് ആളുകളുടെ ഭാഷ പോലും അറിയാത്തതിൽ അപമാനിക്കാൻ കഴിയുന്നവരാണ്. ഇപ്പൊ TP രാമകൃഷ്ണനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഫാത്തിമ സഖ്രിയ എന്ന് പറഞ്ഞ അവരില്ലേ, അവര് വാസന തന്നെ അവരിൽ എത്ര ഗംഭീരയായിരിക്കുന്ന എത്ര ഗംഭീരയായിരിക്കുന്ന സ്ത്രീയാണ് അവരല്ലോ. എത്ര ഗംഭീരയായിരിക്കുന്ന സ്ത്രീയാണത്. നാണിക്കണ്ടേ വാസ്തവത്തിൽ എടുത്ത ജനാധിപത്യ കോളാബറേഷൻ? നാണിക്കണ്ടേ? ഇങ്ങനെ വരുന്ന ഒരു തലമുറയെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ ചെയ്ത ഒറ്റ പ്രവൃത്തി മാത്രമാണ് ഇയാൾ ചെയ്തത്. കാരണം എനിക്ക് ശേഷം പ്രളയമാണ്, അതിനാൽ വരുന്നവരെന്തായിരിക്കണം, എന്നേക്കാൾ വൃത്തികെട്ടവരായിരിക്കണം ഈ കേരളീയ സമൂഹത്തിലേക്ക് അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും തന്നെ ജനാധിപത്യം എന്ന വാക്ക് സംസാരിക്കാൻ അറിയില്ല, പൗരബോധത്തെ കുറിച്ച് സംസാരിക്കാൻ അറിയില്ല, മാന്യതയെക്കുറിച്ച് സംസാരിക്കാൻ അറിയില്ല, കരുണയെക്കുറിച്ച് സംസാരിക്കാൻ അറിയില്ല, സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒന്നും അറിയാത്ത വിജയന് സമാനമായിരിക്കുന്ന വിരൂപന്മാരായിരിക്കുന്ന ആളുകളെ ഉണ്ടാക്കി വെച്ചു. ഇതാണ് വാസ്തവത്തിൽ ഈ വിജയൻ കേരളീയ സമൂഹത്തിലേക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തം. അതാണ്
ഈ ദുരന്തത്തെ മറികടക്കാൻ ഇനി എന്തെങ്കിലും സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, സാധ്യമാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവർ പോകുന്നത് തന്നെയാണ് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ശരിക്കും. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഇവിടെ മറ്റൊരു ചോദ്യം, എന്തായാലും ഇവര് തിരിച്ചു വരും എന്നുള്ള രീതിയിൽ ആത്മപരിശോധന നടത്തുമെന്ന് എനിക്കിനി തോന്നുന്നില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ട് ഒരാൾ വന്നേ പറ്റുള്ളൂ. അതെ അതെ. പക്ഷെ അത് ആർക്കായിരിക്കാം ഇപ്പൊ CPM-ൽ സാധ്യതയുള്ളത്? അല്ലല്ല, അതെന്താ ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഈ സാധനം വിട്ടുകൊടുക്കാൻ അയാൾക്ക് കഴിയില്ല. അയാൾക്ക് അതില്ല എങ്കിൽ അയാൾ ആരായിട്ടാണ് കേരള പോലീസ് നിൽക്കുക? അയാൾക്ക് ഈ പറയുന്ന പോലീസിന്റെ അകമ്പടി വേണം. പോലീസിന്റെ അകമ്പടി ഒന്നും പ്രതിപക്ഷ നേതാവായി കിട്ടൂല, അത് വേറെ വിഷയം. പക്ഷെ എങ്കിൽ പോലും ഇത്തരം ഒരു പദവി ഇല്ല എങ്കിൽ അയാൾ എന്തിന്റെ ആളായിട്ട് നിൽക്കുക? അയാൾ ജനകീയ നേതാവാണ്. അയാൾ ഏത് പാർട്ടി നേതാവാണ് അയാൾ? ഇപ്പൊ ഇവർ തീരുമാനിക്കാന്ന് ഇതെല്ലാം പാർട്ടി തീരുമാനിച്ചിട്ട് മുഖ്യമന്ത്രി ഇതെല്ലാം ഇവരെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന്. ഇതെല്ലാം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പണിയാന്ന്. അയാൾക്ക് ഇതില്ല എങ്കിൽ ജീവിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആവർത്തി ഓർത്താൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇയാൾ ചെയ്യുന്ന പണി എന്താണ് ശരിക്കും, പ്രവൃത്തി എന്താണ് ശരിക്കും? അയാൾ അഖിലേന്ത്യാ പൊളിറ്റിക്സിന്റെ ഭാഗമായി ആന്റി ഫാസിസ്റ്റ് ആയിട്ടുള്ള ഒരു മുന്നണി സംവിധാനത്തെ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇയാൾക്ക് സാധ്യമാകുമോ? അയാൾക്ക് കഴിയില്ല, പറ്റില്ല അയാൾക്ക്. അങ്ങനെയാണ് എങ്കിൽ അയാൾ അപ്പോ RSSകാർ ഇയാളെ പൂട്ടുകയാണ്. അപ്പൊ ഇയാൾ പൂട്ടും. ഇവിടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ അല്ലാണ്ട് മറ്റൊരു പേര് അവിടെ ഉയർന്നു വരാണ്ടിരിക്കുമ്പോ തന്നെ കഴിഞ്ഞ ദിവസം ഉല്ലേഖ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാട്യം ഗോപാലന്റെ മകൻ ഉല്ലേഖ്, അദ്ദേഹം ഒരു മാഗസിനില്, ഇംഗ്ലീഷ് മാഗസിനിൽ അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തില് ക്യാൻസർ സർവൈവർ ആണ് പിണറായി വിജയൻ എന്ന് പറയുന്നുണ്ട്. അത് CPM ഹാൻഡിലിൽ നിന്ന് തന്നെ ഒരാള് ക്യാൻസർ സർവൈവർ, ഇത്രയും നാളും അദ്ദേഹത്തിന് അസുഖമായിരുന്നു, അദ്ദേഹം മയോ ക്ലിനിക്കിൽ പോകുന്നുണ്ട്. മയോ ക്ലിനിക്കിൽ ഒബിയസ്ലി നമ്മൾ ക്യാൻസർ ചികിത്സയ്ക്കാണ് പോകുന്നത്. പക്ഷെ അപ്പൊ പോലും ക്യാൻസർ ആണ് എന്നുള്ളത് ഒരിടത്തും ഒരു ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് വന്നിട്ടില്ല. ഇപ്പൊ CPM ഹാൻഡിലിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു അറിയിപ്പ്, അല്ലെങ്കിൽ അത് നമുക്ക് ഔദ്യോഗികമായിട്ട് തന്നെ കാണാവുന്ന രീതിയിൽ ഉല്ലേഖിനെ പോലെ ഒരാൾ ഇങ്ങനത്തെ ഒരു കാര്യം വെളിപ്പെടുത്തുമ്പോ അതിന്റെ അർത്ഥം പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്ന് നാണം കെടാൻ കഴിയില്ലാത്തത് കൊണ്ട് ഒരു പക്ഷെ അസുഖത്തിന്റെ കാര്യം പറഞ്ഞ് ഇനി അദ്ദേഹത്തിന് വിദേശയാത്രയ്ക്കോ എന്തിനെങ്കിലും ഒരുങ്ങുന്നതിന്റെ ഒരു മുന്നോടിയാണ്. അത് വേണം പറയുന്നത് കറക്റ്റ്. പക്ഷെ അതിനകത്തൊരു സാധ്യത വേറൊന്നുണ്ട് അയാൾക്ക്. ഈ പ്രതിപക്ഷ നേതാവായിരിക്കും ഇയാൾക്ക്. എന്താ, ഇയാള് ഒരു ക്യാൻസർ സർവൈവർ ആണെന്ന് പറഞ്ഞാൽ ഇയാളുടെ കാലം അവസാനിച്ചു എന്നും കൂടി NP ഉല്ലേഖ് പറയുകയാണ്. എന്തായാലും NP ഉല്ലേഖന് ഇയാളെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പാട്യം ഗോപാലേട്ടനെ വളരെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. വളരെ നന്നായിട്ട് അറിയുന്നതാണ്. എന്റെ വീടുമായി വളരെ അടുത്ത് വ്യക്തിപരമായ ബന്ധമുള്ള ഒരു വളരെ ഗംഭീരനായിരിക്കുന്ന മനുഷ്യനുമാണ് ഈ പറയുന്ന പാട്യം ഗോപാലേട്ടൻ. അപ്പൊ അദ്ദേഹം ഈ ഉല്ലേഖി അദ്ദേഹത്തിന്റെ ബ്ലഡ് ഷെഡിന്റെ കുറിച്ച് കണ്ണൂരിന്റെ ഒരു സാധനം എഴുതിയിരിക്കുന്ന അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് മൂപ്പറ്. ഇതിനകത്ത് വരുന്നൊരു വിഷയം എന്താന്ന് പറഞ്ഞാല് ഇയാള് ക്യാൻസർ അതിജീവിതം എന്ന് പറയുമ്പോ അതിന് മുമ്പിൽ നിങ്ങൾക്ക് ഒരു ടൈം ബൗണ്ട് പീരീഡ് ഉണ്ട്. അതിനപ്പുറം നിങ്ങൾക്ക് പോവുക സാധ്യമല്ല. അപ്പൊ ആ ഒരു പീരീഡ് വരെ നിങ്ങളത് വേണം, നിങ്ങൾ ഇയാൾ സഹിക്കണമെന്ന് പറയാവുന്ന ഒരു അപ്പീസ്മെന്റ് അതിനകത്ത് ഉണ്ട്, ആ സംഭവത്തിനകത്ത്. ഇത് ആര് പറഞ്ഞ് ചെയ്തതാണെന്ന് എനിക്കറിയില്ല. അല്ല, ഇതുവരേക്കും ഒരിടത്തും അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ട് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ലേഖനം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഡബിൾ എഡ്ജ്ഡ് വാൾ മാത്രമാണ് ഈ സാധനം, വേറൊന്നുമല്ല. ആ ഡബിൾ എഡ്ജ്ഡ് വാളിന്റെ അകത്ത് വരുന്ന കുഴപ്പം എന്താന്ന് പറഞ്ഞാല് ഇതിന്റെ മേലെ പബ്ലിക്കിന്റെ മുകളിൽ ഒരു പബ്ലിക്കും ഇയാൾക്ക് സഹാനുഭൂതി കൊടുക്കില്ല. കാരണം TP ചന്ദ്രശേഖരന്റെ കൊലപാതകം നടന്നിട്ടുണ്ട്, രമയുടെ നിലവിളിയുണ്ട്, മകൻ അഭിനന്ദിന്റെ നിലവിളിയുണ്ട്. ഇതുപോലെ നൂറുകണക്കിന് കുട്ടികളുടെയും അമ്മമാരുടെയും ഭാര്യമാരുടെയും സഹോദരിമാരുടെയും നിലവിളി, ഇതിനെല്ലാം കാരണഭൂതനുമാണ് ഇവൻ. അതുകൊണ്ട് ഒരു തരത്തിലുള്ള കരുണയും അർഹിക്കുന്ന ഒരാളല്ല ഇയാൾ. ഒരു തരത്തിലുള്ള കരുണയും ഇയാൾ അർഹിക്കുന്നില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ എന്താ പറയാ, ഏത് തരത്തിൽ എത്ര ഭീകരമായി ഇയാൾ മരിച്ചുപോയാൽ പോലും അതിന്റെ മുകളില് ഒരാൾ പോലും ഒരാൾ പോലും അയാൾക്ക് വേണ്ടി കരയാനുണ്ടാവില്ല. ഇങ്ങനെ കരയാൻ പോലും പറ്റാതിരിക്കുന്ന ഒരു മാനസികാവസ്ഥ പൊതുജനത്തെ കൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരാൾക്ക് പ്രതിപക്ഷ നേതാവ്, അതാണ് ഞാൻ തുടക്കത്തിൽ കൂടി ഞാൻ പറഞ്ഞത്, ഒരാൾ പ്രതിപക്ഷ നേതാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാഥമികമായ അർത്ഥം ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാൻ അവകാശമുള്ള ആളെന്നാണ്. ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാൻ അവകാശമുള്ള ആൾക്ക് മാത്രമേ പ്രതിപക്ഷ നേതാവാൻ കഴിയുള്ളൂ. കേരളത്തിൽ പ്രതിപക്ഷ നേതാവായി ഏറ്റവും ഗംഭീര ഉജ്ജ്വലമായി പെർഫോം ചെയ്തിരിക്കുന്നവർക്ക് മാത്രമേ കേരളത്തിൽ മുഖ്യമന്ത്രിയാവാനും കഴിഞ്ഞിട്ടുള്ളൂ. മുഖ്യമന്ത്രി അല്ലാത്തവർ ഒറ്റയാൾ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിട്ടില്ല.
അങ്ങനെ ആവാനുള്ള സ്പേസ് നിർമ്മിക്കപ്പെട്ടത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. വിജയന് ഒരിക്കലും തന്നെ എന്തില്ലാതെ പ്രതിപക്ഷ നേതാവായി കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തെ അഡ്രസ് ചെയ്യാൻ വിജയന് സാധ്യമല്ല. സാധ്യമാണെങ്കിൽ ആശാവർക്കറുമാണ് സമരത്തിനകത്ത് അയാൾ കരയണമായിരുന്നു. അയാൾ കരഞ്ഞു. പകരം എന്താണ്, ചർച്ചയില്ലെന്നാണ് പറഞ്ഞത്. അതിന് നിങ്ങൾ ആളെയാണ് അതിന്റെ വകുപ്പുണ്ടായിരിക്കുന്നവർ ആറന്മുളയിൽ നിന്നുണ്ടാക്കി ഇപ്പൊ തൂഫാൻ അടിച്ചിരിക്കുന്ന പിന്നെ വീണ ജോർജ്. നിങ്ങൾ ഓരോ ഇൻസിഡന്റ് എടുത്തു, അത്തരത്തിലുള്ള ഒരു തരത്തിൽ പോലും അയാളെ എന്താ പറയാ മനസ്സൊന്ന് ശംഖ് പടക്കാത്തിരിക്കും മനുഷ്യൻ. അവനെ ഇവർ വിളിച്ച ബഹുമതി എന്ന ഇരട്ടച്ചങ്കൻ അതല്ലേ വിളിച്ചത്? ഈ ഇരട്ടച്ചങ്കൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് എന്തുണ്ടായിരിക്കണം? നിങ്ങൾക്കൊരു പ്രതിപക്ഷ മനസ്സുണ്ടായിരിക്കണം, ജനാധിപത്യ ബോധം ഉണ്ടായിരിക്കണം. ജനാധിപത്യ ബോധമില്ലാത്ത ഒരാൾക്ക് പ്രതിപക്ഷ നേതാവായിരിക്കാനുള്ള ഒരു സാധ്യതയും ഒരിക്കൽ പോലും അവർക്ക് തരില്ല. ജനാധിപത്യ ബോധത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏതൊരു തോൽവിയിലും വി എസ് തോറ്റ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പോലും അന്നത്തെ രാത്രി തന്നെ ആ തോൽവി, വലിയൊരു തോൽവി LDF വന്ന വർഷങ്ങൾക്ക് മുന്നിലത്തെ ആ തെരഞ്ഞെടുപ്പിന്റെ ദിവസം രാത്രി തന്നെ ഒരു മുറിക്കയ്യൻ ബിനീനും ഇട്ടിട്ട് പത്രക്കാരുടെ മുന്നിൽ വന്നൊരു VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ആത്മപരിശോധന നടത്തി നമ്മൾ തിരിച്ചു വരുന്ന അണികൾക്ക് ഉറപ്പ് കൊടുത്തൊരു VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഇതുപോലൊരു തോൽവി ഏറ്റുവാങ്ങിയിട്ട് അണികൾക്കൊരു ഉറപ്പോ ബലോ കൊടുക്കാൻ പോലും പത്രക്കാരെ കാണാണ്ട് മാളത്തിൽ ഒളിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. അല്ല, ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ മനുഷ്യൻ ദുരൂഹമാണ്. സ്വന്തം വ്യക്തിപരമായിരിക്കുന്ന സ്വന്തം കാര്യങ്ങൾ, അതിനകത്ത് തന്റെയും തന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, താനുമായി പാർശ്വത്യം അല്ലാതെ പബ്ലിക്കിന്റേതെയോ പാർട്ടിയുടേതോ ആയ ഒരു വിഷയത്തെയും അയാൾ ഇന്നേ വരെ അഡ്രസ് ചെയ്തിട്ടില്ല. ഒരിക്കൽ പോലും അയാൾക്ക് അഡ്രസ് ചെയ്യാൻ കഴിയുകയുമില്ല. ഇതുകൊണ്ടാണ് ഇയാൾ ഏറ്റവും വലിയ പാർട്ടിയെ നശിപ്പിച്ച ഒരു നരപ്പിശാചാണ് ഇയാളെന്ന് പറയേണ്ടി വരുന്നത്. വേറൊന്നുമല്ല, അയാൾക്ക് അതൊരു പാർട്ടി എന്താണ്, അയാൾക്ക് പാർട്ടി ഭരണഘടന അയാൾക്ക് അറിയില്ല. ശരിക്ക് പാർട്ടി പരിപാടി ആ മനുഷ്യനെ അറിയില്ല. നിങ്ങൾ വേണമെങ്കിൽ അദ്ദേഹത്തോട് ഇന്റർവ്യൂ വെച്ചിട്ട് അദ്ദേഹത്തോട് നിങ്ങൾ അത്യാവശ്യം പാർട്ടി പരിപാടിയും നിങ്ങൾ അദ്ദേഹത്തോട് ഒരു അരമണിക്കൂർ നിങ്ങൾ വർത്താനം പറഞ്ഞു നോക്ക്. ഒരു ഇന്റർവ്യൂ അയാൾ തരുമെങ്കിൽ അയാൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ അയാൾക്ക് കഴിയില്ല അയാൾക്ക്. കാരണം അയാൾക്ക് ആകെ അറിയാവുന്ന പറഞ്ഞാൽ ഭരിക്കാൻ മാത്രമേ അറിയുള്ളൂ, പീഡിപ്പിക്കാനും അറിയാം. ഇതല്ല ഭരണമെന്ന സംഭവം. ഭരണമെന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങളാണ് സാധനം ഭരണമെന്ന് പറയുന്നത്. ഇതിപ്പോ ഈ കേരളത്തിനകത്ത് IAS ഉദ്യോഗസ്ഥന്മാരുടെ ഏറ്റവും പുറത്തു വന്നിരിക്കുന്ന രണ്ടാൾക്കാരുണ്ടല്ലോ. ഒന്ന് ഒരു മിസ്റ്റർ പ്രശാന്ത്, മറ്റൊന്ന് മിസ്റ്റർ അശോക്. അശോക് കുമാർ. ഈ രണ്ടാളുകളും പറയുമ്പോൾ നമ്മൾ നാണിച്ചു പോകില്ലേ നമ്മള്, അല്ലേ? കേരളത്തിലെ 150 കോടി ഉറുപ്പിക വ്യക്തിപരമായ കാര്യത്തിനായി കേരളത്തിലെ ഖജനാവിൽ നിന്ന് കൊള്ളയടിച്ചിരിക്കുന്ന മനുഷ്യനാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന ഗൗരവതരമായ ആരോപണമാണ് ഈ യൂസഫിനെതിരെ വന്നത്, അല്ലേ? ശരിക്കും ഇയാളെന്ത് ചെയ്യണം? ഇയാളെ വരുന്ന സർക്കാർ ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യണം. ഇനി ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനകത്ത് പറയാതെ, ഈ വരുന്ന സർക്കാരിന്റെ മുമ്പിൽ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ചില വെല്ലുവിളികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വെല്ലുവിളി എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇവര് നടത്തിയിരിക്കുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. നമ്മളിപ്പോ KSRTC ഉണ്ടായിരിക്കുന്ന സൗജന്യ യാത്ര, ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ. ഇപ്പൊ 1000 രൂപ വീതം പെൺകുട്ടി കൊടുക്കാതെ, ഇതിന് ഖജനാവിൽ പണം വേണ്ടേ? അപ്പൊ ഇതിന് പണം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? വളരെ കർശനവും ശക്തവുമായിരിക്കുന്ന മെഷേഴ്സ് ഇവരെടുക്കണം. ഈ മെഷേഴ്സ് എടുക്കുന്നതോടൊപ്പം തന്നെ അത് നമ്മുടെ എന്താ പറയാ, പൊതുവിൽ ഒരു സാമൂഹ്യമായ വിഷയത്തിന്റെ വിഷയം, അതിനേക്കാൾ ഉപരിയായി വരുന്ന വളരെ ഗൗരവതരമായിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ആ ഗൗരവതരമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒന്നെന്താ പറഞ്ഞാല്, കേരളത്തിൽ നിന്ന് പഠിക്കാൻ പുറത്തേക്ക് പോയിട്ട് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോയിരിക്കുന്ന ഒരുപാട് കുട്ടികൾ, വായ്പ എടുത്തിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് കുട്ടികൾ. ഈ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് കുട്ടികളുടെ വിഷയത്തെ ഈ സർക്കാർ വളരെ ഗൗരവതരമായി അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. കാരണം അവർക്ക് ഈ പണം തിരിച്ചടക്കേണ്ടതുണ്ട്. തിരിച്ചടക്കുമ്പോ അതായത് വാങ്ങിയിരിക്കുന്ന സമയം തൊട്ട് നിങ്ങളെ പലിശ എടുക്കുന്നില്ല. പക്ഷെ ജോലി കിട്ടുമ്പോഴത്തേക്ക് എന്തായെന്ന് പറഞ്ഞാൽ ഈ പലിശ ഈ പലിശ ഭീകരമായ പണമായിട്ട് പലിശയായിട്ട് മാറുകയാണ്. ഈ പലിശയെ വാസ്തവത്തിൽ ഈ സർക്കാർ അഡ്രസ് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. കേരളീയ പൊതുസമൂഹത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്നത്. അതായത് 1000 രൂപ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഗൗരവമേറിയിരിക്കുന്ന വിഷയമാണ്. എന്തായാലും കേരളത്തിന്റെ ധനകാര്യ വകുപ്പിനെ കുറിച്ചും അതിന്റെ വിഷയത്തെക്കുറിച്ചും വിഡിയോസിന് വളരെ കൃത്യമായിരിക്കുന്ന അവഗാഹമുള്ള ഒരാൾ, ഞാനത് ഒരു നിർദ്ദേശം എന്നുള്ളതിൽ കൂടി ഇതിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നതാണ് ആ സാധനം. ആ സംഭവം തന്നെ വളരെ സീരിയസ് ആയിട്ട് ഇത് പരിഗണിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. രണ്ടാമത്തെ വിഷയം വരുന്നത് എവിടെയാന്ന് പറഞ്ഞാല് കേരളത്തിലെ ഭൂമി പ്രശ്നം.
ഈ ആദിവാസി ദളിത് പിന്നോക്കാവസ്ഥയിലുള്ളവർ മുഴുവൻ ഇപ്പോഴും പുറന്തള്ളപ്പെടുകയാണ് ചെയ്തത്. ഇവർക്ക് അതായത് കേരളത്തിൽ അയക്കുന്ന ഭൂമി ഒരുപാട് പിടിച്ചത്. അതാണ് വി എസ് അച്യുതാനന്ദൻ ചെയ്തിരിക്കുന്ന വലിയൊരു ഓപ്പറേഷൻ ഉണ്ടല്ലോ. ഈ പറയുന്ന രീതിയിൽ ഭൂമിയെ വളരെ കൃത്യമായിട്ട് എടുക്കണം. ഈ ഭൂമി എടുക്കണമെങ്കിൽ അതിനത് വേണം. ഞാനൊരു നിർദ്ദേശം വെക്കുകയാണ് മാഡത്തിന്റെ മുമ്പിൽ ഈ ചാനലിലൂടെ. എന്താ സംഭവം എന്നറിയാം? ഈ ഭൂമി കണ്ടെത്തുന്നതിന് ഒരു കമ്മിറ്റിയെ വെക്കണം, ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കണം. ആ കമ്മിറ്റിക്കകത്ത് കേരളത്തിലെ ഏറ്റവും സ്വീകാര്യമായിരിക്കുന്ന ഒരു 3 ആളെ പേര് ഞാൻ പറയാം. ഒന്ന് സാക്ഷാൽ ബഹുമാനായിരിക്കുന്ന വി എം സുധീരൻ സാർ, രണ്ടാമത് AK ആന്റണി, മൂന്നാമത് കണ്ണൂർ ജില്ലയിൽ നിന്ന് 3 തവണ ഇവിടുന്ന് MLA ആയി ജയിച്ചു പോയി ഇവിടെ ചോമ്പാല താമസിക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ. ഈ 3 പേരെ വെക്കുന്ന ഈ സർക്കാർ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കമ്മിറ്റിയെ വെക്കുക. കേരളത്തിനകത്തെ ഇതുപോലെ ഭൂമി നിഷേധിക്കപ്പെട്ടിരിക്കുന്ന, ഭൂമി ഇല്ലാതിരിക്കുന്ന മനുഷ്യർക്ക് ഭൂമി കണ്ടെത്താനുണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി. ഇവരെന്ത് ചെയ്യണം? ശരിക്ക് ഇവര് ഓരോ പ്രദേശത്തിനകത്തും വളരെ കൃത്യമായിട്ട് ബഹുജനങ്ങളുടെ കമ്മിറ്റിയാണ്, അതായത് ഓൾ പാർട്ടിയുടെ ഒരു കമ്മിറ്റി വെക്കുക. ഈ കമ്മിറ്റി എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആളുകൾക്ക് എത്ര ആൾക്കാണ് ഭൂമി ഇല്ലാത്തത്, എത്ര ആൾക്കാണ് വീട് വേണ്ടതിനെ കുറിച്ച് അഭിപ്രായം കൊടുക്കണം. ഈ കമ്മിറ്റിയുടെ മുമ്പിൽ അതേ കൊടുക്കേണ്ടവരെ ആരടുത്തുമല്ല. ഈ കമ്മിറ്റി കൊടുക്കുന്നതിലൂടെ എന്താവും അറിയോ? കമ്മിറ്റി കൊടുത്തിട്ട് നിങ്ങളാണ് വീട് വെക്കുകയാണെങ്കിൽ ആ വീടിന് ഞാൻ പറയുന്ന ഒരു പേര് ഞാൻ പറയാം. ആ വീട്ടിന് കൊടുക്കുന്ന, അങ്ങനെ ഒരു സ്ഥലത്തിന് കൊടുക്കുന്ന ഒരു എം കുഞ്ഞാമൻ, മരിച്ചു പോയിരിക്കുന്ന ആത്മഹത്യ ചെയ്തിരിക്കുന്ന എം കുഞ്ഞാമൻ സാറല്ലേ? എം കുഞ്ഞാമൻ അതായത് പട്ടിയുടെ കൂടെ അലഞ്ഞു കിടക്കുന്ന പട്ടിയുടെ കൂടെ എച്ചിലിറക്കുന്നതിന്റെ അക്ഷരത്തിന് വേണ്ടി സമരം ചെയ്തിരിക്കുന്ന ഡോക്ടറേറ്റ് എടുത്ത മനുഷ്യനാണത്. പറയുമ്പോൾ എന്നെ തൊണ്ട ഉറക്കും ശരിക്കും. തീർച്ചയായിട്ടും മനസ്സിലാവുന്നു. ഈ പറയുന്ന കുഞ്ഞാമൻ സാറിന് പേര് കൊടുക്കണത്. അങ്ങനെ വരുന്ന ഒരു വീടുണ്ടാക്കുന്ന ഒരു സമുച്ചയത്തിന് ഡോക്ടർ എം കുഞ്ഞാമന്റെ പേര് കൊടുക്കണത്. അതിന് കൊടുക്കാവുന്ന പേരാണ് MN ഗോവിന്ദൻ നായർ, C അച്യുതമേനോൻ. ഇങ്ങനെ ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായും പ്രഗത്ഭരുമായിരിക്കുന്ന, മനുഷ്യരോട് സംസാരിച്ചിരിക്കുന്ന, മനുഷ്യരെന്താണെന്ന് അറിഞ്ഞിരിക്കുന്ന, തിരിച്ചറിഞ്ഞിരിക്കുന്നവരുടെ പേര് കൊടുക്കണം. എച്ചിലയിൽ പട്ടിയോട് സമരം ചെയ്ത് ചോറ് തിന്നിരിക്കുന്ന മനുഷ്യനായിരുന്നു ഈ കേരളത്തിലെ എം കുഞ്ഞാമൻ. എത്ര ആളുകൾക്കറിയാം? വേണം, എത്ര ആൾക്കറിയാം? എനിക്ക് ഈ മനുഷ്യനെ നേരിട്ട് അറിയുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് നേരിട്ട് അറിയാം ഈ മനുഷ്യനെ. വളരെ നല്ലൊരു നിർദ്ദേശം തന്നെയാണ് അത്. ഉറപ്പായിട്ടും പുതിയൊരു ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോ ഈ ഒരു നിർദ്ദേശം ഉറപ്പായിട്ടും മുന്നിലേക്ക് വെക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഗൗരവമേറിയിക്കുന്ന വിഷയങ്ങൾ കൂടി ഈ UDF സർക്കാർ അത് പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിഗണിക്കപ്പെടുമ്പോൾ എന്താന്ന് പറഞ്ഞാല് വേറൊന്നുമല്ല, നമ്മുടെ ഈ പരമ്പരാഗതമായ രീതിയിൽ കുറെ ക്ലീശേ സാധനങ്ങൾക്കെല്ലാം അപ്പുറത്ത് പോകുന്ന ഒരു വലിയ മാനുഷികമായ സംഭവങ്ങളുണ്ട് ശരിക്കും. അത് കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളായിരിക്കും VD സതീശൻ എന്നാണ് അദ്ദേഹത്തിന് ഇതുവരെ, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയില്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല. വിഷ്വൽ മീഡിയയിലൂടെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിന്റെ അപ്രോച്ചുകളിലൂടെയും നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, അതിനകത്ത് സിൻസിയറിറ്റി ഉള്ള ഒരാളാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറപ്പായിട്ടും VD സതീശന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ കാണുന്നതും അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിലും പറഞ്ഞത് ഇത് തോറ്റാൽ അത് എന്റെ ഉത്തരവാദിത്തമാണ് തോൽവിയുടെ, പക്ഷെ ജയിച്ചാൽ അത് പ്രസ്ഥാനത്തിന്റെ വിജയമാണെന്ന്. അതെ, ഇവിടെയാണ് മേഡം ഞാൻ പറയാം, ഇവിടെയാണ് ശരിക്കും ദൈവത്തിന്റെ ഭൂമി എന്ന് പറഞ്ഞിട്ട് ഈ RSSകാരും BJPക്കാരും ബടായി വിടും. ദൈവത്തിന് ഭൂമിയില്ല. ദൈവത്തിന് എവിടെയാണ് ഭൂമി ഉള്ളത്? ദൈവത്തിന്റെ ഭൂമി, ബ്രഹ്മസ്വത്തിന്റെ ഭൂമി ഉണ്ടെന്ന് പറഞ്ഞ് ഹിയറാർക്കിക്കലായി ജാതി മതപരമായി ഉണ്ടാക്കി വെച്ച സാധനമാണത്. ഭൂമി ആർക്കാണ് ഭൂമി വേണ്ടത്? മനുഷ്യനാണ് ഭൂമി വേണ്ടത്. മനുഷ്യന് ഭൂമിയില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. മനുഷ്യന് ഭൂമിയില്ല. ഇവിടെയാണ് പാമ്പുകൾക്ക് മാളമുണ്ട്, പറവുകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലയായിക്കാൻ മണ്ണിലിടമില്ല എന്ന KPSCയുടെ നാടകഗാനത്തിന്റെ ഗാംഭീര്യം വരുന്ന അവിടെയാണ് ശരിക്ക്. ഇതിപ്പോഴും സംഘപരിവാറുകാരന് മനസ്സിലായിട്ടില്ല, BJPക്കാരന് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും പറയുന്ന സാധനം എന്താണെന്നറിയോ? ദൈവത്തിന്റെ ഭൂമി. ഏത് ദൈവത്തിന്റെ ഭൂമിയാണ്? ഏത് ദൈവത്തിനാ ഭൂമിയുള്ളത് ഇവിടെ? പരശുരാമ മഴുപറിച്ച് കേരളം ഉണ്ടാക്കി എന്ന് പറയുന്ന ബടായിയോ? ഇതേ ബടായിയുടെ മേലെയാണ് കേരളത്തിൽ വന്നിരിക്കുന്ന സാധനം. എന്താണ്? ഈ 10 വർഷക്കാലം കൊണ്ട് വിജയനാണ് ഈ കേരളം നിർമ്മിച്ചത് എന്നാണ് വെറും സാധനം ഉണ്ടാക്കിയത്. അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പാരഡോക്സിക്കലായ സംഭവമാണ് ഈ സാധനം. ഏറ്റവും വലിയ പാരഡോക്സിക്കൽ സംഭവമായത്. ഇങ്ങനെ വരാൻ അസംബന്ധ നിർമ്മിതികൾക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് എന്നുള്ളതാണ്, മാർക്കറ്റ് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം മാർക്കറ്റുകളൊന്നും അല്ല
മനുഷ്യൻ എന്താണ്, മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഈ മനുഷ്യന്റെ ജീവിതവും സമരവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിരിക്കുന്ന സമരം. പക്ഷേ കാലവും ചരിത്രത്തിലെയും ഭാഗമായി ഈ വിജയനും കമ്പനിയും ചെയ്തത് ഇതെല്ലാം തന്നെ ഒഴിവാക്കുകയും അവസാനം എന്തായി തീർന്നു, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാവളർന്നില്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച്, ഇത് ഭർത്താൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ പറയാണ്, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ചും പറയാണ്, വിജയൻ മാറണമെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കുന്ന സഖാവ് പി സന്തോഷ് കുമാർ പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. മാറണമെന്ന്, പറ്റില്ല എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ തെറ്റ് തിരുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട് എന്നതിന്റെ അടയാളമാണ് ഈ സാധനം. ചിഹ്നമാണ് ഈ സാധനം. പക്ഷെ അന്നേരം നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം എഴുതാന്നറിയോ, CPIക്ക് 8 സീറ്റാണ് ഇന്ത്യൻ കേരളത്തിലെ നിയമസഭക്കകത്തുള്ളത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 7 സീറ്റുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന്റെ ഒരു വൈചിത്ര്യം നിങ്ങൾ ആലോചിച്ച് നോക്കേ. തീർച്ചയായിട്ടും സാർ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത്ര ഒരു ദുരന്തം ഉണ്ടാക്കി തീർത്തു ആരാണെന്ന് പറഞ്ഞാൽ ഈ കാലമാടനായിരിക്കുന്ന വിജയന്റെ രാഷ്ട്രീയം. ഇവിടെയാണ് PMC പദ്ധതി, PMCയുടെ വിഷയമില്ലേ, ഈ PMC പദ്ധതിക്കകത്ത് ഒളിച്ചു കടത്താൻ ശ്രമിച്ചാണ് വിജയൻ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സംഘപരിവാറിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിനും ഇഷ്ടാനിഷ്ടങ്ങൾക്കും വിധേയമായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ച് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് വിജയൻ ഇങ്ങനെ കയറൂരി വിജയന്റെ സർവ്വ തെമ്മാടിത്തങ്ങളും നടത്താനുള്ള അവകാശം ഇവൻ നേടിയെടുത്തത്. ഈ നേടിയെടുത്തതിനെതിരെ പൊതുജനം തീരുമാനിച്ചപ്പോൾ എന്തായി തീർന്നു, വിജയൻ പുറത്താണ്. നാളെ BJPക്കാരും നാളെ RSSകാരും കിട്ടാൻ കേരളം കൊടുക്കുന്ന കൂലിയുടെ ഭാഗവും കൂടിയാണ് ഈ സാധനമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ മേഡം. തീർച്ചയായിട്ടും. ഇപ്പൊ സാറ് കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു വാചകം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം, UDF സർക്കാരിന് മുന്നിലേക്ക്, ഇനി വരാൻ പോകുന്ന UDF സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് UDF സർക്കാർ എന്ന് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത്രയും ഒരു 10 വർഷം കൊണ്ട് LDF സർക്കാർ എന്ന് പറയാനുള്ള കാര്യം മാറ്റിയിട്ട് പിണറായി സർക്കാർ എന്ന് പറയിപ്പിച്ചിടത്തേക്ക് ചുരുങ്ങിപ്പോയി എടുത്തു നിന്നും UDF സർക്കാർ എന്ന് പറയാൻ പറ്റുന്നത് UDFകാരുടെ ഒരു ഭാഗ്യം തന്നെയാണ്. അതെ, തീർച്ചയായും ഇല്ലാതെ പോയൊരു ഭാഗ്യാണത്. തീർച്ചയായും അതിനകത്ത് ജനാധിപത്യം ഉണ്ടത്. അതെ, കൃത്യമായിട്ടും അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് മാത്രം പാർട്ടി ഒതുങ്ങിപ്പോയതിന്റെയാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടും എന്തുകൊണ്ടോ ന്യായീകരണ കമ്മികൾക്ക് മാത്രം മനസ്സിലാവുന്നില്ല. അതിപ്പോഴും എന്താ പറഞ്ഞാല് ഗോവിന്ദന് പോലും പരസ്യമായിട്ട് പറയാനുള്ള ധൈര്യവും കിട്ടുന്നില്ല എന്നതാണ് അതിന്റെ വിചിത്രത. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അവസാനത്തിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ B അശോകിന്റെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നതിലും അദ്ദേഹം പറയുന്നുണ്ട്, മോഹൻലാലുമായിട്ട് നടത്തിയ ഇന്റർവ്യൂ, അവസാന സമയത്ത് ഒരു വെളുപ്പിക്കലിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂവിനെ പറ്റി പറയുന്നുണ്ട്. ആ ഇന്റർവ്യൂവിന് ചെലവായത് 10 കോടിയിലധികം രൂപയാണ് അദ്ദേഹം പറയുന്നത്. 10 കോടി നടത്തിയൊക്കെ ഒരാളെ വെളുപ്പിക്കാനായിട്ട് ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത് 150 കോടി രൂപയിൽ പരമാണ് ഇദ്ദേഹത്തിന് വേണ്ടി 10 വർഷക്കാലം കൊണ്ട് ചെലവാക്കി, പേഴ്സണൽ ആവശ്യത്തിന് ചെലവാക്കിയത്. 150 crores. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നേ. ഒരു ചിത്തു, എന്നിട്ട് അയാൾ പറയാണ് ഞാൻ ചെത്തുവിലാടെ മകനാണ്. ഏത് ചെത്തുവിലാടെ മകൻ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചാൾസ് സോമരാജനുണ്ടല്ലോ മാനസികാതന് ഇത്രമാത്രം ക്രിമിനലായ, ഇത്രമാത്രം ധൂർത്തനായ, ഇത്രമാത്രം ലൈംഗികാസക്തിയുടെ, ഇത്രമാത്രം കാമാസക്തനായ, ഇത്രമാത്രം അസംബന്ധമായ ഒരു രോഗാതുരമായ മനസ്സിന്റെ ഉടമസ്ഥനായിരുന്നു വാസ്തവത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നാം വാസ്തവത്തിൽ 10 വർഷക്കാലവും 15 വർഷക്കാലം പാർട്ടി സെക്രട്ടറി ആയപ്പോ ഈ പാർട്ടിയുടെ കൂടെ നിന്നിരിക്കുന്ന ജനം വാസ്തവത്തിൽ ആലോചിക്കേണ്ടത് അതിന്റെ പ്രതിഫലനവും കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 7ാം റൗണ്ട് വരെ ഈ അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ കുട്ടിയുടെ മുമ്പിൽ ഇയാൾ ആലില പോലെ വിറച്ചുപോയത്. ആ വിറച്ചതിന്റെ ഫലം എന്താണെന്നറിയോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല ഈ വിപ്ലവകാരി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല ഈ ഇരട്ടച്ചങ്കൻ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല ഈ കാരണഭൂതൻ. അനങ്ങാൻ കഴിഞ്ഞില്ല ഒരക്ഷരം പോലും. ഇപ്പൊ വാ തുറന്നിട്ട് പത്രക്കാരെ പോലും കാണാൻ ധൈര്യമില്ലാതിരിക്കുന്ന ഭീരു, ഈ ഭീരുവിനെയാണ് എന്ത് പറയുന്നറിയാ, വീണ്ടും ഇയാളെ പ്രതിപക്ഷ നേതാവ് തന്നെ ആവണം, വരണം ഇയാള് വന്നിട്ട് കേരളത്തിലെ നിയമസഭക്കകത്ത് കളം നിറഞ്ഞാണ് കേരളത്തെ പ്രകമ്പനം കൊള്ളിച്ചിരിക്കുന്ന VS അച്യുതാനന്ദൻ. പ്രതിപക്ഷം എന്താണ് എന്ന് ജനാധിപത്യപരമായി ഒരു വിഷയത്തെ ഒരു ഓട്ടോക്രാറ്റിന്റെ മുമ്പിൽ എങ്ങനെ സംസാരിക്കണമെന്ന് കേരളത്തെ പഠിപ്പിച്ചിരിക്കുന്ന, പൊതുജനത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന VD സതീശൻ, ഈ അതിന് മുമ്പിലുണ്ടായിരിക്കുന്ന രമേശ് ചെന്നിത്തല, ഈ പറയുന്ന 3 ആളുകളുടെ മുമ്പിൽ ഞാൻ എവിടെയുണ്ടെന്ന് സ്വയം ആലോചിച്ച് നോക്കേണ്ടിരിക്കുന്ന ചരിത്ര സന്ദർഭവും കൂടിയാണ് ഇയാളുടെ മുമ്പിൽ വന്നിട്ടത്. അവിടെ വാസ്തവത്തിൽ അബ്സല്യൂട്ട്ലി ഫെയിലർ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ, തോറ്റിരിക്കുന്ന ഈ മനുഷ്യൻ
വീണ്ടും സമ്പൂർണ്ണ പരാജിതനാവാനുള്ള ഒരു നിയോഗം ഇയാളുടെ സിൽബന്ധികളും കൂടി പാർട്ടിക്ക് വേണ്ടി ഇയാളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പാർട്ടിയുടെ മുമ്പിൽ ഇതല്ലാതൊരു വഴിയില്ലാതായി തീരുന്നുവെന്ന ദുരന്തമാണ്. ഈ ദുരന്തം വാസ്തവത്തിൽ ആ പാർട്ടിയെ ഒരിക്കലും തന്നെ അവർ നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു വഴി ആയിരിക്കില്ല എന്ന പൂർണ്ണ ബോധ്യത്തിലാണ് മേഡം ഞാൻ നിങ്ങളോട് ഇക്കാര്യം സംസാരിച്ചത്. തീർച്ചയായിട്ടും സാർ. എന്തായാലും പ്രതിപക്ഷ നേതാവായിട്ട് വരുവോ അതോ പാർട്ടിയിൽ നിന്ന് തന്നെ ആജീവനാന്തകാല പെൻഷൻ എടുത്ത് പുറത്തു പോകുവോ? സന്തോഷ് പറഞ്ഞതുപോലെ മാറ്റി നിർത്തി തിരുത്തും തിരിച്ചു വരുമെന്ന് പറയുന്നവര് പിണറായി വിജയനിൽ നിന്ന് തന്നെ തിരുത്തി അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് LDF-ന് ഒരു തിരുത്തൽ സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഇല്ല മേഡം, അതൊന്നും കഴിയില്ല. കാരണം എന്താ, അതിന് ഐഡിയോളജി ഇല്ലാതായിരിക്കുന്നതാണ്. അതൊരു സംഘപരിവാറിന്റെ ആലയിലേക്ക് സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ പാർട്ടി ശരിക്കും അത് വേറൊന്നുമല്ല, സംഘപരിവാറിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നൊന്നുമില്ലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഒരിക്കലും രക്ഷപ്പെടുക സാധ്യമല്ല. ഇത് നോക്കൂ നിങ്ങൾ, ഇതിനകത്ത് നമ്മൾ പിന്നെയും ഇതിനകത്ത് നോക്കൂ. ഇപ്പൊ ഇതിനകത്ത് ഗോവിന്ദൻ മാറണമെന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും എന്താ പറയാ, അയാളെ ഗ്രാമത്തിനകത്ത് പോലും പോസ്റ്ററും ബോർഡെല്ലാം വന്നു കഴിഞ്ഞു. ജില്ലാ സെക്രട്ടറി അയക്കുന്ന ഈ കാട്രാസ് KK രാജേഷ് മാറണമെന്ന് പറഞ്ഞു. ഇതെല്ലാം എല്ലാ സ്ഥലത്തും ഈ സാധനം വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബദൽ വെക്കാൻ ആരുണ്ട്? ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് ബദൽ വെക്കാൻ ഒരാള്, ഈ ആൾ ഇല്ലാതായി തീർന്നെങ്കിലാന്നറിയോ? എല്ലാം ഇയാളുടെ ഗൈസ് അല്ലെങ്കിൽ ഇയാളുടെ ബോയ്സ് ആണ്, ഇയാളുടെ സെക്കൻഡറി റൗണ്ട് ലീഡർഷിപ്പ്. ഇതെല്ലാം ഈ വിജയന്റെ ബോയ്സ് ആണ്. എല്ലാം വിജയന്റെ ബോയ്സ് ആണ്. സെൻട്രൽ കമ്മിറ്റി വരെ ഇരിക്കുന്ന വിജയന്റെ ബോയ്സ് ആണ്. ഞാൻ പറഞ്ഞതിന്റെ സെൻസ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ വിജയന്റെ ബോയ്സ് ആയിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും എന്തായാലും തീരുമാനം എടുക്കാൻ കഴിയില്ല. എടുക്കാൻ കഴിയില്ല. ഒന്ന് നോക്കിയാൽ ഞാനിത് ഇതോടാ പറഞ്ഞത്. N ചന്ദ്രനായിരുന്നു, പെരളശ്ശേരിക്കാരായിരിക്കുന്ന N ചന്ദ്രനാണ് ഈ കൺട്രോൾ കമ്മീഷന്റെ ചെയർമാൻ. വിജയൻ നോക്കിയാൽ ഇവൻ മൂത്രമൊഴിക്കും. ഞാൻ ചാനലിനകത്ത് ഞാൻ പറഞ്ഞാണ്, വിജയൻ നോക്കിയാൽ ഇവൻ മൂത്രമൊഴിക്കും. ഇവനാണ് കൺട്രോൾ കമ്മീഷന്റെ ചെയർമാൻ. എന്ത് തീരുമാനങ്ങൾ എടുക്കുക? ഇത് ഇങ്ങനെ ഒരാളുടെ വ്യക്തിത്വത്തെ ഷണ്ഡീകരിച്ചു കഴിഞ്ഞതിന് ശേഷം അയാളെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്താണ് ഇരുത്തി കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ഒരു കാര്യവുമില്ല. അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ എന്റെ ഇംഗിതം നടത്താനുള്ള ടൂൾ മാത്രമാണ് നീ എന്നാണ്. അതിലേക്ക് ചുരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ എന്താവണമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതല്ലാതാക്കി തീർക്കുന്നതിനുള്ള ഭഗീരഥമായ യത്നം നടത്തി അയാളും അയാളുടെ കുടുംബത്തിന്റെയും വ്യക്തിപരമായ താല്പര്യങ്ങൾ നടപ്പിലാക്കാനുള്ള സംഘടനാ രൂപമായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചുരുക്കുകയും അതിന് പറ്റിയിരിക്കുന്ന തനി കങ്കാണികളും എരപ്പാടികളുമായിരിക്കുന്ന ആളുകളെ അതിന്റെ പിണിയാളുകളാക്കി അയാൾ മാറ്റി തീർക്കാനും കഴിഞ്ഞു. അതിൽ അയാൾ വിജയിച്ചു എന്നുള്ള കാര്യം വസ്തുതയുമാണ്. ഇതല്ലാതെ വേറെ ഒരു കാര്യവും ഈ കേരള പൊളിറ്റിക്സിനകത്ത് അയാൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് സംഘപരിവാറിനാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് വേറൊരു വഴി ഇതിനകത്ത് CPIM-ന് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കേരളം ഇടതുപക്ഷത്തിന്റെ വഴിയിൽ സഞ്ചരിക്കും. അത് വിജയന്റെ അപ്പൂപ്പം വിചാരിച്ചാൽ ഒരു നടപ്പാവാത്ത വിഷയമാണ്. അതിനപ്പുറത്തേക്ക് പോകാവുന്ന വലിയ ജനാധിപത്യ ബോധ്യങ്ങളിലേക്ക് ജനാധിപത്യവും ഇടതുപക്ഷ രാഷ്ട്രീയവും കേരളത്തിൽ വളരുകയും വികസിക്കുകയും ചെയ്യുന്ന കാലത്ത് നിസ്തർക്കമായിരിക്കുന്ന സംഭവമാണ്. കാരണം അത്രമാത്രം പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഈ കേരളത്തിനകത്ത് രൂപം കൊണ്ടുവന്നുണ്ട്. ജനാധിപത്യ ബോധവും വായനയും അറിവും പഠിപ്പുമുള്ള ആളുകൾ, ശ്രമിക്കുന്ന ആളുകൾ കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു യാഥാർത്ഥ്യവും അതാണെന്ന് തെറ്റാണ് മേഡം എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും സർ. താങ്ക് യു സോ മച്ച് സർ.